നമസ്കാരം. ഓഹരി വിപണി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. എന്തായാലും തുടർച്ചയായ ദിവസങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെ മുന്നേറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാകണം കൂടുതൽ കമ്പനികൾ മൂലധന വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിഭവ സമാഹരണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കമ്പനികൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ജൂൺ മാസത്തിൽ വീണ്ടും എത്തിയിരിക്കുന്നു. ശ്യാം മെറ്റാലിക്സ് നമ്മൾ കണ്ടു, സോന കോംസ്റ്റാർ കണ്ടു. ഇപ്പോൾ ഇതാ ഡോഡ്ല ഡയറി എന്ന് പറയുന്ന കമ്പനിയും മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു. 520 കോടി രൂപയാണ് ഡോഡ്ല ഡയറി ഈ മൂലധന വിപണിയിൽ നിന്ന് സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് ശ്യാം മെറ്റാലിക്സിൻ്റെയും സോന കോംസ്റ്റാറും 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് അവരുടെ ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഡോഡ്ല ഡയറി 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് അവരുടെ ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത്. എന്തായാലും അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓഹരി വിപണിയിൽ ഇതാ 3 കമ്പനികൾ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട്. എന്തായാലും നല്ല തിരക്കാണ് പ്രഥമ വിപണിയിൽ വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതിയിരുന്നോളുക. ഇതെല്ലാം വിശദമായിട്ട് വീഡിയോ കണ്ട് കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിക്ഷേപിക്കുക. എന്തായാലും നിങ്ങൾക്കെല്ലാം നല്ലൊരു നിക്ഷേപ വാരം ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ, പൂർണ്ണമായിട്ടും കണ്ടു കഴിയുമ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലാത്തവർ അതൊന്ന് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അതേ സമയത്ത് തന്നെ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കമൻറ്റുകൾ മറക്കാതെ ചെയ്യുക. ഓക്കെ, നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഡോഡ്ല ഡയറി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തെലങ്കാന ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സ്വകാര്യ പാൽ സംഭരണ കമ്പനിയാണ്. അപ്പോൾ അവരാണ് 520 കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഹരി വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത്. 16-ാം തീയതി ഇഷ്യൂ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് കെഫിൻ ടെക്നോളജീസ് ആണ്. ഡോഡ്ല ഡയറിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യയിലാണ്. പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പിന്നെ തമിഴ്നാട്, കർണാടക, അതുകൂടാതെ മഹാരാഷ്ട്രയിലും അവരുടെ പ്രവർത്തന മണ്ഡലം ഉണ്ട് എന്ന് പറയാം. കൂടാതെ ഇന്ത്യക്ക് വെളിയിൽ ആഫ്രിക്കൻ കൺട്രിയിൽ ഉഗാണ്ട, കെനിയ എന്നീ 2 രാഷ്ട്രങ്ങളിലും ഈ ഡയറി ഫാമിന് പ്രവർത്തനം ഉണ്ട്. കമ്പനി ഡിസംബർ 31, 2020 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതിദിനം 1.02 മില്യൺ 10 ലക്ഷത്തിന് മുകളിലാണ് ലിറ്റേഴ്സാണ് അവർ ഒരു ദിവസം സംഭരിക്കുന്ന പാലെന്ന് പറയുന്നത്. മാത്രമല്ല വിൽപ്പന എന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളും വരുന്നുണ്ട്. അതായത് കേർഡ്, പിന്നെ ഗീ, ബട്ടർ, ഫ്ലേവേർഡ് മിൽക്ക്, ഐസ്ക്രീം, ഇങ്ങനെയൊക്കെയുള്ള പാലുമായിട്ട് ബന്ധപ്പെട്ട് പാലിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അവർ വിൽക്കുന്നുണ്ട്. അവരുടെ പ്രധാന ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഡോഡ്ല എന്നും KC+ എന്നും ഉള്ള ബ്രാൻഡുകളിലാണ് വിൽക്കുന്നത്. കമ്പനിയുടെ വരുമാനത്തിൻ്റെ 72.8% പാൽ വിൽപ്പനയിലൂടെ തന്നെയാണ് നേടുന്നത്. ബാക്കി 27.2% എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, നേരത്തെ പറഞ്ഞ പാലിൽ നിന്നുണ്ടാകുന്ന മറ്റു പ്രോഡക്ട്സുകൾ വിറ്റിട്ടാണ് കിട്ടുന്നത്. ഈ കണക്കെന്ന് പറയുന്നത് 2020 ധനകാര്യ വർഷത്തെ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരു ഡയറി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ പാല് സംഭരിക്കുക, അത് പിന്നെ പ്രോസസ്സിലൂടെ പാക്കറ്റിലാക്കുക, അതുകൂടാതെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുക. ഏകദേശം 13ഓളം പ്ലാന്റുകൾ വഴിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഡോഡ്ല ഡയറി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇൻസ്റ്റലേഷൻ ടോട്ടൽ കപ്പാസിറ്റി 1.7 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. ഡോഡ്ല ഡയറിയുടെ ക്ഷീരസംഭരണ നെറ്റ്വർക്കിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1,15,000-ഓളം വരുന്ന ക്ഷീര കർഷകരാണ് ഇവർക്ക് പാല് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 6,000-ലധികം വില്ലേജ് കളക്ഷൻ സെൻ്ററുകളുണ്ട്, 254 ഡയറി ഫാമുകളുണ്ട്. ഇവിടെ നിന്നെല്ലാം പാല് സംഭരിക്കുകയാണ് കമ്പനി ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡോഡ്ല സുനിൽ റെഡ്ഡി എന്ന് പറയുന്ന ആളാണ് പ്രധാന പ്രൊമോട്ടർ. അതുകൂടാതെ ഡോഡ്ല ദീപ റെഡ്ഡി എന്ന് പറയുന്ന ഒരു വനിത കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കാം. അതുകൂടാതെ അവരുടെ ഒരു ഫാമിലി ട്രസ്റ്റ് കൂടിയുണ്ട്, ഡോഡ്ല ഫാമിലി ട്രസ്റ്റ്. അപ്പോൾ ഡോഡ്ല ഫാമിലിയുടെയാണ് ഈ കമ്പനി ടോട്ടലായിട്ട്. സുനിൽ റെഡ്ഡിയും ദീപ റെഡ്ഡി ഈ ചിത്രത്തിൽ കാണുന്നത് അവരാണ്. അതുകൂടാതെ അവരുടെ ഫാമിലി ട്രസ്റ്റും കൂടി ഉൾപ്പെടുന്നതാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 520 കോടി രൂപ സമാഹരിക്കുന്നതിൽ 50 കോടി രൂപ മാത്രമേ ഉള്ളൂ ഫ്രഷ് ഇഷ്യൂ.
അതായത് കമ്പനി പുതുതായിട്ട് ഇറക്കുന്ന ഓഹരികളുള്ളൂ. 470 കോടി രൂപയും ഈ പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്ന ഓഹരികളാണ്, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഈ ഫ്രഷ് ഇഷ്യൂവിലെ 50 കോടിയിൽ ഇവർക്ക് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കിട്ടുന്ന 50 കോടിയിൽ നിന്ന് 32.26 കോടി രൂപ ICICI ബാങ്കിനും HSBCക്ക് HDFC ബാങ്കിനും കടം അടച്ചു തീർക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോകും. ബാക്കി പൈസ അവർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 2020 ഡിസംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 87.37 കോടി രൂപയുടെ കടബാധ്യതകൾ കമ്പനിക്കുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 2018 മുതൽ ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റവന്യൂ ആണ് ഈ കാണിക്കുന്നത്. 1597 2018 കോടി ആയിരുന്നെങ്കിൽ 2019 1699.4 കോടി രൂപയാണ് റവന്യൂ ആയിരുന്നത്. അതിനുശേഷം 2020 എത്തിയപ്പോൾ 2145.6 കോടി രൂപയാണ് റവന്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം ഇതുവരെ 918.2 കോടി രൂപയാണ് അവരുടെ റവന്യൂ. എക്സ്പെൻസ് പറയുന്നതും അതുപോലെ തന്നെ 1516.6, 2019 1606.2, കഴിഞ്ഞ 2020 കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ 2063.8 അവരുടെ എക്സ്പെൻസസ് കാണിക്കുന്നത്. എക്സ്പെൻസസ് ഇതുവരെ 812.5 കോടി രൂപയാണ്. കോംപ്രിഹെൻസീവ് ഇൻകവും അതുപോലെ തന്നെ ഈ ലൈനിൽ കാണുന്നതാണ്. ഈ വർഷം ഇതുവരെ 74.2 കോംപ്രിഹെൻസീവ് ഇൻകം. മാർജിൻ പെർസെൻറ്റേജ് കാണിക്കുന്നത് 2018 3.6% ആയിരുന്നെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം അത് കൂടിയിട്ടുണ്ട് 3.8, 2020 2.6 ആയി. എന്നാൽ ഇത് ഇപ്പോൾ 8.1% ആണ് അവരുടെ പ്രോഫിറ്റ് മാർജിനായിട്ട് കാണുന്നത്. ഡോഡ്ല ഡയറിയുടെ EPS നോക്കുകയാണെങ്കിൽ 8.96 രൂപയാണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് ആണെങ്കിൽ 11.5% ആണ്. നെറ്റ് അസറ്റ് വാല്യൂ 77.87 രൂപ. അതാണ് ഇതിൻ്റെ NAV ആയിട്ട് കാണുന്നത്. ഇത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇവരുടെ പിയർ കമ്പനികൾ, പ്രധാനപ്പെട്ട പിയർ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ഡയറി, ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ലിസ്റ്റഡ് കമ്പനികളാണ്. ടേസ്റ്റി ഡയറി, പിന്നെ DFM ഫുഡ്സ്, ജന്തൻവാല ഫുഡ്സ്, പിന്നെ മെഗാസ്റ്റാർ ഫുഡ്സ്, സുനിൽ അഗ്രോ പ്രോഡക്ട്സ്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് ഡോഡ്ല ഡയറിയും കാണിക്കുന്നത്. ഇവരുടെ ലീഡ് മാനേജേഴ്സ്, ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജർ എന്ന് പറയുന്ന ആക്സിസ് ക്യാപിറ്റലും ICICI സെക്യൂരിറ്റീസുമാണ്. ഇനി നമുക്ക് ഈ ഡോഡ്ല ഡയറി IPO-യുടെ കീ പോയിന്റ്സിലേക്ക് കിടക്കാം. ജൂൺ 16 ഈ ഇഷ്യൂ ഓപ്പൺ ആവുന്നത്. 18 ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 421 രൂപ മുതൽ 428 രൂപ വരെയാണ്. അപ്പോൾ 428 രൂപ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിലയ്ക്ക് വേണം നമ്മൾ ഷെയർ അപ്ലൈ ചെയ്യാനായിട്ട്. 50 കോടി രൂപയാണ് ഫ്രഷ് ഇഷ്യൂ. ബാക്കി 470 കോടി എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നതാണ്. ഏകദേശം 1,85,444 ഷെയർസ് അവർ സെല്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ എന്ന് പറയുന്നത് 520 കോടി രൂപയാണെന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ മിനിമം ലോട്ട് എത്രയാണ്? നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എത്ര ലോട്ടാണ്? അത് 35 ആണ്. 35 ഷെയർസാണ് നമ്മൾ ഏറ്റവും മിനിമം ലോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപ തന്നെയാണ്. റീറ്റെയിലേഴ്സിന് 35%, നമ്മളെപ്പോലുള്ള ചെറുകിട ഇൻവെസ്റ്റേഴ്സിന് 35% അവർ കൊടുക്കുന്നുണ്ട്. ബാക്കി HNIസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സാമാന്യം നല്ലൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഇഷ്യൂ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. നമസ്കാരം.